ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബുർദയുടെ 23-ാമത്തെ വരി ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, തിന്മകൾ ചെയ്ത് ജീവിക്കരുത് എന്ന് നേരത്തെ പറഞ്ഞു, ദഹേച്ഛയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു. ഇനി ഹറാമുകൾ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണുനീർ വാർക്കണം എന്ന വിഷയം പറയുകയാണ്. ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിമി വൽസം ഹിമ്യതൻ നദമി വസ്തഫ്രിഗി ദംഅ, നീ കണ്ണുനീർ വാർക്കൂ. മിൻ ഐനിൻ ഖദിം തലഅത് മിനൽ മഹാരിം, ഹറാം ചെയ്തുകൊണ്ട് നിറഞ്ഞതായ നിന്റെ കണ്ണുണ്ടല്ലോ, ആ കണ്ണിൽ നിന്നും നീ കണ്ണുനീർ വാർക്കൂ. വൽസം ഹിമ്യതൻ നദമി, ഖേദമാകുന്ന പത്യത്തെ നീ മുറുകെ പിടിക്കുകയും ചെയ്യൂ. നീ ചെയ്തു പോയ തെറ്റിൽ ഖേദം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പടച്ചോനെ, ഞാൻ ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്നെ ഖേദം, അല്ലാതെ എനിക്ക് ഇങ്ങനും തെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാക്കാതിരിക്കരുത്. നീ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തുകൊണ്ട് നീ ഹറാമ് ചെയ്ത് കണ്ണ് കഴുകിക്കളയണം. ഒരു തുള്ളി കണ്ണുനീര്, അല്ലാഹുവിനെ ഭയന്ന് കണ്ണുനീര് വാർക്കുക എന്നത് നരകത്തിന്റെ കാഠിന്യത്തെ കെടുത്തിക്കളയുന്നതാണ്. ആ കണ്ണുനീരിന്റെ ഉറ്റിയ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ നരകം, അള്ളാഹു നരകത്തിലിടുകയില്ല എന്ന് ഹദീസുകളിൽ കാണാം. വഖാലിഫിൻ നഫ്സ വശൈത്വാന വശിഹിമാ വഇൻഹുമാ മഹലാക നുസ്ഹ ഫത്തഹിമി, നിന്റെ ദേഹേച്ഛയെ നീ എതിര് ചെയ്യണം. നിന്റെ ദേഹം പല ചിന്തകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും തിന്മയിലേക്കും ഒക്കെ നയിക്കും. ദേഷ്യം പിടിക്കും, മറ്റുള്ളവനെ ആക്രമിക്കണമെന്ന് തോന്നും, ഗീബത്തും നമീമത്തും ഫിത്നയും പറയണമെന്ന് തോന്നും. നിസ്കരിക്കണ്ട, സൽക്രമം ചെയ്യണ്ട, തഹജ്ജുദ് നിസ്കരിക്കണ്ട, വിത്ർ നിസ്കരിക്കണ്ട എന്നിങ്ങനെ ദേഹേച്ഛ പറഞ്ഞുകൊണ്ടിരിക്കും. തിന്മകൾ ചെയ്യാൻ വേണ്ടി നിന്റെ ദേഹേച്ഛ തോന്നിപ്പിക്കും. കണ്ണുകളെ കൊണ്ടും ചെവികളെ കൊണ്ടും ഹറാമ് ചെയ്യാൻ വേണ്ടി നിന്റെ ദേഹേച്ഛ തോന്നിപ്പിക്കും. അപ്പോൾ നിന്റെ ദേഹേച്ഛക്ക് നീ എതിര് ചെയ്യണം. വശൈത്വാന, നിന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന നന്മയെ തൊട്ടും സൽക്രമങ്ങളെ തൊട്ടും തടയുന്ന ശൈത്താനും നീ എതിര് ചെയ്യണം. അതിന് നീ എതിരാവണം. വാസിഹിമ, അത് രണ്ടിനോട് നീ അനുസരണക്കേട് കാണിക്കണം. വഇൻഹുമാ മഹലാകൻ നുസ്ഹ ഫത്തഹിമി, നിന്റെ ദേഹേച്ഛയും പിശാചും നിന്നോട് ഏറ്റവും നല്ല ഉപദേശമാണ് ചെയ്യുന്നതെങ്കിലും ഫത്തഹിമി, നീ അവ രണ്ടിനെയും തെറ്റിദ്ധരിച്ചോ, നീ അവരുടെ ഉപദേശം ഒരിക്കലും സ്വീകരിക്കണ്ട. വലാ തുതിഅ മിൻഹുമാ ഖസ്മൻ വലാ ഹകമ, അവർ നിനക്ക് വിധികർത്താവായി വന്നാലും നിനക്കെതിരെ വന്നാലും രണ്ടുപേർക്കും നീ വഴിപ്പെടണ്ട. ഫഅന്ത തഅരിഫു കൈദൽ ഖസ്മി വൽ ഹകമി, നിന്റെ എതിരാളിയുടെയും നിന്റെ വിധികർത്താവായ ഈ വ്യക്തികൾ, ഈ ദേഹേച്ഛയും അതുപോലെ പിശാചിന്റെയും ചതിയെ നിനക്ക് പണ്ട് തന്നെ അറിയാമല്ലോ. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ദേഹേച്ഛയോടും പിശാചിനോടും എതിര് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം 26-ാമത്തെ വരിയിൽ പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലദീ ഉഖുമി, പ്രവർത്തനമില്ലാത്ത, ഞാൻ സ്വന്തം ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്നോട് ധാരാളം ഉപദേശങ്ങൾ പറഞ്ഞുപോയി, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നു. ലഖദ് നസബ്തു ബിഹി അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹിനോട് പൊറുക്കൽ തേടുന്നു. മിൻ ഖൗലിൻ, ഒരുപാട് വാക്കുകളും ഉപദേശങ്ങളും നിന്നോട് നടത്തിയതിനാൽ, ബിലാമലി, ഞാനാണെങ്കിൽ അത്തരം സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. ലഖദ് നസബ്തു ബിഹി നസ്ലൽ ലദീ ഉഖുമി, മച്ചിയായ ആളിലേക്ക്, സന്താനോൽപാദന ശേഷിയില്ലാത്ത ആളിലേക്ക് സന്താനത്തെ ഞാൻ ചേർത്തിയവനെ പോലെയായി. ഞാൻ വലിയ ഉപദേശകനായി വന്നു, ഞാനാണെങ്കിൽ സൽക്രമം ചെയ്തിട്ടില്ല. ഞാൻ ഒരു നന്മയും ചെയ്യാത്ത എന്നിലേക്ക് വലിയ നന്മ ചെയ്തവനെ പോലെ നിന്നോട് ഞാൻ ഉപദേശിക്കുകയാണ്. മച്ചിയിലേക്ക് സന്താനത്തെ ചേർത്തിയതുപോലെയായി. അമർത്തുക്കൽ ഖൈറ ലകിൻ മഅ്തമർതു ബിഹി, ഞാൻ നിന്നോട് നന്മ കൽപ്പിച്ചു, പക്ഷേ ഞാൻ ആ നന്മ ഉൾക്കൊണ്ടവനായില്ല. അമർത്തുക്കൽ ഖൈറ, ഞാൻ നിന്നോട് നന്മ കൽപ്പിച്ചു, ലാകിൻ മഅ്തമർതു ബിഹി, ഞാൻ ആ നന്മ ഉൾക്കൊണ്ടവനായിട്ടില്ല.
വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. ഞാനാണെങ്കിൽ ചൊവ്വായി നടന്നില്ല. മസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖിമി. നിന്നോട് ഞാൻ ചൊവ്വാകൂ എന്ന് എന്റെ വാക്ക്. എന്തു വാക്കാ? വലാ തസവ്വത്തു ഖബ്ലൽ മൗതി നാഫിലതൻ വലം ഉസല്ലി സിവാ ഫർളിൻ വലം മസുമി. മരണത്തിനു മുമ്പ് ഞാൻ ഒരു പുണ്യകർമ്മങ്ങളും ധാരാളം സുഹൃതങ്ങളൊന്നും ചെയ്തിട്ടില്ല. മരണത്തിനു മുമ്പ് ധാരാളം കൂടുതൽ വിഭവങ്ങളൊന്നും ഞാൻ ഒരുക്കിയിട്ടില്ല. വലം മുസല്ലി സിവാ ഫർളിൻ വലം മസുമി. സാങ്കല്പികമായ ചില നിസ്കാരങ്ങളല്ലാതെ യഥാർത്ഥ നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടില്ല. വലം മസും, ഞാനാണെങ്കിൽ സാങ്കല്പിക നോമ്പല്ലാതെ യഥാർത്ഥ നോമ്പ് ഞാൻ നോറ്റവനല്ല. പക്ഷെ നിന്നോട് പലതും ഇപ്പോൾ ഉപദേശിച്ചു. ഞാൻ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയാണ് എന്നാണ് ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാം ഫസ്ലിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇനി മൂന്നാം ഫസ്ലിൽ പറഞ്ഞ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.